ഇന്ന് നമുക്ക് വാഴയ്ക്ക വെച്ച് ഇതിന് വാഴയ്ക്ക മസാലയെന്നോ ഫ്രൈന്നോ എന്തോ വേണമെങ്കിലും പറയാം. അതിനായിട്ട് 3 വാഴയ്ക്ക എടുത്തിട്ടുണ്ട്. അത് വൃത്തിയാക്കി എടുക്കാം. അതിൻ്റെ പച്ച കളർ ഭാഗം ഇതേപോലെ ഇരിഞ്ഞു കളഞ്ഞാൽ മതി. പോകാത്തത് ഇതേപോലെ ചെറുതായിട്ട് ചെത്തിക്കളയണം. നമ്മുടെ വീട്ടിലെ കായാണെങ്കിൽ ചെറുതായിട്ട് ചുരണ്ടി കളഞ്ഞാൽ മതി. പച്ച കളർ ഇരുന്നാലും കുഴപ്പമില്ല. പിന്നെ അവരവരുടെ ഇഷ്ടം പോലെ. പച്ച മുഴുവനായിട്ടും പോകണമെന്നില്ല. ഇത് വാങ്ങിയതാ, അതുകൊണ്ടാണ് ഞാൻ എല്ലാം ചെത്തിക്കളയുന്നത്. ചെറുപഴത്തിൻ്റെ കായ ഉണ്ടെങ്കിൽ അതും നല്ലതാ. ഇങ്ങനെ വെക്കാൻ വിളഞ്ഞതാണെങ്കിൽ നല്ല രുചിയുണ്ടായിരിക്കും. വാഴയ്ക്ക കഴുകി ഇതേപോലെ വെട്ടിയെടുക്കണം. കഴുകിയതിന് ശേഷം വേണം അരിയാൻ. അരിഞ്ഞതിന് ശേഷം കഴുകരുത്. വെള്ളത്തിലൊന്നും ഇട്ട് വെക്കണ്ട. ഇത് ഉടൻ തന്നെ ഉണ്ടാക്കാൻ പോവുകയാണല്ലോ. വാഴയ്ക്കാണ്ട് ഇതേപോലെ അരിഞ്ഞെടുക്കണം. ഇച്ചിരി നീളക്കുറവോ അല്ലെങ്കിൽ ഇച്ചിരി കനം കുറഞ്ഞു പോയെന്നോ കൂടിപ്പോയെങ്കിലും കുഴപ്പമൊന്നുമില്ല. അത് കഴിഞ്ഞിട്ട് വലിയ ഒരു സവാള, 3 പച്ചമുളക്, 10 വെളുത്തുള്ളി ഇതേപോലെ അരിഞ്ഞു വെക്കണം. പാത്രം വെച്ച് 2 ടേബിൾ സ്പൂൺ എണ്ണ ചൂടാകുമ്പോൾ വാഴയ്ക്ക ഇട്ട് പാതി വേവിച്ചെടുക്കണം. ഇതിലേക്ക് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കണം. ഞാൻ കല്ലുപ്പ് കലക്കിയതാണ് ഉപയോഗിക്കുന്നത്. ഒന്ന് അടച്ചു വെച്ച് വേവിക്കാം. ഇടയ്ക്ക് ഇളക്കി കൊടുക്കണം. പാതി വേവായാൽ മതി. ഇതുപോലെ തവി കൊണ്ട് ഒന്ന് ഉടച്ചു നോക്കണം വെന്തിട്ടുണ്ടോ എന്ന്. നല്ലതുപോലെ അങ്ങ് വെന്ത് പോവരുത്. ഇത് ഉടയുന്നുണ്ടെങ്കിൽ വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം. ആ പാത്രം തന്നെ അടപ്പത്ത് വെച്ച് 1 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചിട്ട് എണ്ണ ചൂടാകുമ്പോൾ 1 ടീസ്പൂൺ കടുക് ഇട്ട് പൊട്ടുമ്പോൾ 1/4 ടീസ്പൂൺ പെരിഞ്ജീരകം, അതായത് വലിയ ജീരകം, ചെറുതായിട്ട് അരിഞ്ഞ കറിവേപ്പില, 3 പച്ചമുളക്, 10 വെളുത്തുള്ളി, ഒരു വലിയ സവാള ഇതെല്ലാം നല്ലതുപോലെ വഴറ്റിയെടുക്കണം. ഇതിലേക്ക് സ്വല്പം ഉപ്പ് ഇടണം. വാഴയ്ക്കയ്ക്ക് ഉപ്പ് ഇട്ടിട്ടുണ്ടല്ലോ, അതുകൊണ്ട് സവാളയ്ക്ക് വേണ്ടുന്നത് മാത്രം ഇട്ടാൽ മതി. ഇതേപോലെ നല്ലതുപോലെ വഴന്നു കഴിയുമ്പം പൊടികളൊക്കെ ഇട്ട് കൊടുക്കാം. അതിനായി നടുക്ക് സ്പേസ് വരുത്തിയിട്ട് തീ ലോയിലിടണം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ ജീരകപ്പൊടി, ചെറിയ ജീരകമാണേ, 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/4 ടീസ്പൂൺ ഗരം മസാല, 1/4 ടീസ്പൂൺ കായം എല്ലാം കൂടി ഇളക്കിയിട്ട് പൊടിയുടെ പച്ചമണം എല്ലാം മാറിക്കഴിയുമ്പം ഒരു മീഡിയം ടൈപ്പ് തക്കാളി ഇതിലേക്ക് ഇടാം. ഉപ്പ് നോക്കിയിട്ട് വേണമെങ്കിൽ ഇടണം. തക്കാളി നല്ലപോലെ വഴന്നു കഴിയുമ്പം ഇതിലേക്ക് 1/2 കപ്പ് വെള്ളം ഒഴിച്ച് ഇളക്കാം. തിളച്ച വെള്ളമാണ് നല്ലത്. പിന്നെ തണുത്ത വെള്ളം ആയാലും കുഴപ്പമൊന്നുമില്ല. അത് അവരവരുടെ സൗകര്യം അനുസരിച്ച്. ഇത് നല്ലതുപോലെ ഇളക്കി അടച്ചു വെക്കാം. ഇത് എല്ലായിടവും നല്ലപോലെ തിളച്ചിട്ടുണ്ട്. ഇനി ഈ വാഴയ്ക്കയും കൂടി ചേർത്ത് ഇളക്കി തീ കുറച്ച് വെച്ച് വേവിച്ചെടുക്കാം. ഇടയ്ക്ക് ഇളക്കി കൊടുക്കണം. വാഴയ്ക്കയെല്ലാം നല്ലതുപോലെ വെന്തോ എന്ന് നോക്കണം. 1-2 പീസ് എടുത്ത് നോക്കിയാൽ മതി. വെന്തെങ്കിൽ ഇനി തുറന്നു വെച്ച് വെള്ളം ഉണ്ടെങ്കിൽ അത് ഡ്രൈ ആക്കി എടുക്കണം. ഡ്രൈ ആയി കഴിഞ്ഞാൽ റെഡിയായി. ഉണ്ടാക്കി നോക്കിയിട്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. താങ്ക്